ഇപ്പൊ നമ്മൾ 2025 നിൽക്കുക. 2024 എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തുടങ്ങിയത് തന്നെ നല്ലൊരു പീക്കാ. പൂമാനമേ തന്നത് അതെ, അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സസ്റ്റെയിൻ ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചില്ല ഈ പാട്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് തരുമെന്നുള്ളത്. ഭയങ്കര കുറെ മൊമെന്റ്സ് അതുമായിട്ടുണ്ടായി. ലൈക്ക് ഇപ്പൊ പഴയ ആൾക്കാരില്ലേ, അച്ഛന്റെയോ അല്ലെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ പ്രായമുള്ള ആൾക്കാർ, അവരന്ന് ആ കോളേജിലൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ചിലപ്പോൾ കേട്ട് കണക്ട് ചെയ്ത പാട്ടുകളായിരിക്കും. ഒരു കുട്ടി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചതാ, എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സോങ് ആയിരുന്നു ഇപ്പൊ എന്റെയും എന്ന് പറഞ്ഞിട്ട് അമ്മയടുത്തൊരു ഹായ് പറയാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് പാടുന്ന സമയത്ത് ഈ പാട്ടിന് അത്ര വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. എനിക്കൊരു ചാൻസ് കിട്ടി, പാടാൻ പോവാ. ആ ഇതിലാ ഞാൻ പോയി പാടുന്നത്. ഒരു പാട്ട് പാടിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനോടുള്ള മതിപ്പ് മാറിയത്. 2025 കുറിച്ചുള്ള പ്ലാൻ അങ്ങനെ എന്തെങ്കിലും പ്ലാൻഡ് ആണോ അതോ പോകുന്ന വഴിക്ക് അങ്ങ് പോട്ടെ എന്നുള്ളതാണോ? കുറെ വർക്കുകൾ കഴിഞ്ഞ വർഷം ചെയ്തത് ഈ വർഷം ഇറങ്ങാനുണ്ട്. ഈവൻ കുറച്ച് വെബ് സീരീസ് ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിം, ഒന്നല്ല 2-3 ഷോർട്ട് ഫിലിംസ്, കുറച്ച് മ്യൂസിക് വീഡിയോസ്, പിന്നെ എൻ്റെ കഴിഞ്ഞ വർഷത്തെ തിരക്കുകൾ കാരണം ചെയ്യാൻ പറ്റാതിരുന്ന പല പാട്ടുകളും ഉണ്ട്. ഇതെല്ലാം ഈ വർഷം എനിക്ക് ചെയ്യണം.